നാഴികയ്ക്ക് 40 വട്ടം ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരാണ് CPM-ഉം ഇടതുപക്ഷവും. ഫാസിസത്തിനെതിരെ നിരന്തരം പ്രസംഗിക്കുന്ന ഒരു ഭരണകൂടം തങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു ചെറിയ രാഷ്ട്രീയ പരിഹാസത്തെ പോലും എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിനെതിരെ സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ നടപടി സർക്കാരിന്റെ അസഹിഷ്ണുതയും ഇരട്ടത്താപ്പും ഒരിക്കൽ കൂടി ജനമധ്യത്തിൽ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിലപാടുകളുടെ കാര്യത്തിൽ ഇത്രയേറെ മലക്കം മറിച്ചിലുകൾ നടത്തുന്ന മറ്റൊരു സർക്കാരോ പാർട്ടിയോ ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദികളിൽ ചില സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകാത്തതിനെ തുടർന്ന് ഇടതുമന്ത്രിമാരടക്കം CPM-ന്റെ പല കോണുകളിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയവർ തന്നെയാണ് തൊട്ടടുത്ത ദിവസം ഒരു പാരഡി പാട്ടിന്റെ പേരിൽ കേസെടുത്ത വിമർശകരുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും വിമർശിക്കാം, പക്ഷെ അത് ഭരണകൂടത്തെക്കുറിച്ചോ CPM-നെ കുറിച്ചോ ആവരുത് എന്ന വിചിത്രമായ നിലപാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളടക്കം പ്രതിക്കൂട്ടിലായ കേസ് ജനമധ്യത്തിൽ വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ മതവികാരം വ്രണപ്പെട്ടു എന്ന പുകമറ സൃഷ്ടിച്ച് ജനശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ പോലീസിനെ കൂട്ടുപിടിച്ച് സർക്കാർ ശ്രമം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ പാട്ട് ഏതെങ്കിലും ഭക്തന്റെ വിശ്വാസത്തെ മുറിപ്പെടുത്തിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചവർക്ക് അയ്യപ്പൻ തന്നെ ശിക്ഷ നൽകിയെന്ന് കേരളത്തിലെ ഓരോ സാധാരണക്കാരായ ഭക്തരും വിശ്വസിക്കുന്നുണ്ട്. അവരൊക്കെയും ഈ ഗാനത്തെ വളരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ് ഈ ഗാനമെന്നും ആചാരലംഘനം നടത്തിയവർക്ക് കിട്ടിയ പണിയാണ് ഇതിലെ ഇതിവൃത്തമെന്നും വ്യക്തമാണ്. ഈ പാട്ട് രചിച്ചത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ് എന്നത് കേരളത്തിന്റെ ഉന്നതമായ മതേതര ബോധത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നായി കാണേണ്ടതിന് പകരം അതിൽ വർഗീയത ആരോപിക്കാൻ സർക്കാർ തുനിയുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. രാഷ്ട്രീയമായി CPM-നും സർക്കാരിനും വലിയ ദോഷം ചെയ്യുന്ന ഒരു നടപടിയായി മാത്രമേ നിയമപരമായി ഒരിടത്തും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഈ കേസിനെ കാണാൻ കഴിയൂ. ഇതേ ഗാനത്തിന്റെ പാരഡി മുൻപ് CPM തന്നെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ചരിത്രപരമായ സത്യമാണ്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരനെ പരിഹസിക്കാൻ ഇതേ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനത്തിന്റെ പാരഡി ഉണ്ടാക്കി തങ്ങളുടെ ഔദ്യോഗിക ചാനലായ കൈരളിയിൽ 2 പ്രമുഖരെ കൊണ്ട് പാടിച്ച പാരമ്പര്യം CPM-നുണ്ട്. അന്നില്ലാത്ത വികാര വ്രണപ്പെടലുകളാണ് ഇന്ന് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെ പരിഹസിക്കുമ്പോൾ സർക്കാരിന് ഉണ്ടാകുന്നത്. സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടാൻ പാടില്ല എന്ന പുതിയ അലിഖിത നിയമം ഇവിടെ നടപ്പിലാക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മതവികാരവും വർഗീയതയും ഈ സംഭവത്തിൽ മനഃപൂർവ്വം കുത്തിപ്പൊക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി കൈപ്പത്തി തകർന്നപ്പോൾ അത് അശ്രദ്ധമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തത് എന്ന് പറഞ്ഞ് ലഘൂകരിച്ച ഇതേ പോലീസാണ് ഒരു പാരഡി പാട്ടിന്റെ പേരിൽ ഇപ്പോൾ അതീവ ജാഗ്രത കാണിക്കുന്നത്. ഒരു ബോംബ് സ്ഫോടനത്തെക്കാൾ വലിയ സുരക്ഷാ ഭീഷണിയാണോ ഒരു പാരഡി ഗാനം എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. മുൻപ് തൃശൂർ കേരളവർമ്മ കോളേജിൽ SFI-ക്കാർ അയ്യപ്പന്റെ ചിത്രത്തെ അപമാനിച്ചപ്പോഴോ M. സ്വരാജിനെ പോലുള്ള നേതാക്കൾ ശബരിമലയെ പരിഹസിച്ചപ്പോഴോ എന്തിന് ഗണപതി വെറും മിത്താണെന്ന് സ്പീക്കർ പരസ്യമായി പറഞ്ഞപ്പോഴോ കാണാത്ത വികാരം വ്രണപ്പെടലാണ് ഇപ്പോൾ ഒരു പാട്ടിന്റെ പേരിൽ ഉയർന്നു വരുന്നത്. 2015-ൽ ശ്രീനാരായണ ഗുരുദേവനെ കുരിശിൽ തറച്ച നിശ്ചല ദൃശ്യം CPM അവതരിപ്പിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരം വ്രണപ്പെട്ടത് ഈ സർക്കാർ അന്ന് കണ്ടില്ലെന്ന് നടിച്ചു. ശബരിമലയിൽ യുവതികളെ ഇടിച്ചു കയറ്റാനും ആചാരങ്ങൾ ലംഘിക്കാനും ഒത്താശ ചെയ്ത സർക്കാരിന് ശബരിമലയിലെ മോഷ്ടാക്കളെ കുറിച്ച് പാട്ടെഴുതിയത് മാത്രമാണ് ഇപ്പോൾ വലിയ കുറ്റകൃത്യമായി തോന്നുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന പഴഞ്ചൊല്ല് പോലെ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുന്ന ഇത്തരം നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത് ജനങ്ങൾക്കിടയിൽ സർക്കാരിനോടുള്ള വിരോധം വർദ്ധിപ്പിക്കുകയുള്ളൂ. വിമർശിക്കുന്നവരെയും പ്രതിയോഗികളെയും നിശബ്ദരാക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ശൈലി CPM ഇന്ന് തുടങ്ങിയതല്ല. 1981-ൽ നയനാർ സർക്കാരിന്റെ കാലത്ത് ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾ പാടുന്ന സർവ്വദേശീയ ഗാനം പാടിയതിന് കവി സച്ചിദാനന്ദനെ ജയിലിലടച്ച ചരിത്രം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനം പോലും മതാതീതമായ ഒന്നാണെന്ന് നാം ഓർക്കണം. നാഗൂർ ദർഗയിലെ ഇസ്ലാമിക സൂഫി ഗായകർ പാടി വരുന്ന ഏകനെയള്ള എന്ന ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ നിന്നുണ്ടായതാണ് ഈ പാട്ട്. ഒരു മുസ്ലിം ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ പ്രശസ്ത തമിഴ് പണ്ഡിതനായ ഡോക്ടർ ഉളുന്തൂർപേട്ട ഷൺമുഖം അയ്യപ്പ ഭക്തന്മാർക്കായി രചിച്ച ആ ഗാനത്തിന് രാഷ്ട്രീയ വിമർശനത്തിന്റെ രൂപം നൽകിയപ്പോൾ അതിൽ വർഗീയത ആരോപിക്കുന്നത് എത്രമാത്രം ബാലിശമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയും ജനവികാരം തങ്ങൾക്കെതിരാണെന്ന തിരിച്ചറിവുമാണ് സർക്കാരിനെ ഈ അസഹിഷ്ണുതയിലേക്ക് നയിക്കുന്നത്. പാട്ടിറങ്ങി 3 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ ചർച്ചയായപ്പോഴാണ് സർക്കാരിന് വികാരം വ്രണപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് വീമ്പ് പ്രസംഗിക്കുന്നവർ തങ്ങൾക്കെതിരെ വരുന്ന ഒരു പാരഡി ഗാനത്തെ പോലും എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് പാരഡി ഗാനത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ കേസ്.